അസഭ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ നമ്മൾ പോലീസിലേക്ക് കൈമാറും. ലക്ഷ്മിയുടെ ഒരു പേഴ്സണൽ ഇതുകൊണ്ടാണ് അത് നമ്മൾ വിടാതിരിക്കുന്നത്. ചെറിയ സംശയം, അതായത് കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ഡീലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു മാസത്ര 1 കോടിയുടെ മുകളിലൊക്കെയാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാള് എന്തിനായിരിക്കും ഇത്രമാത്രം കടമായിട്ടുണ്ടാവുക? ഇപ്പൊ വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് 8 ലക്ഷം വാങ്ങി എന്ന് പറയുന്നു. അതിന്റെ പലിശയും ചേർന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് എനിക്ക് 63,000 ഇങ്ങോട്ട് കിട്ടാനാണെന്നാണ് റോബിനും പറയുന്നത്. സത്യത്തില് എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. കുറെ റോബിൻ ഫാൻസ് വന്നിട്ട് പൊങ്കാലിടുന്നത് കാണുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാൻ കേട്ടാ. റോബിൻ പണം ചോദിക്കുന്ന ഒരു രീതി നിങ്ങളൊന്ന് കേട്ടോ. ചക്കരെ മുത്തേ ഒന്ന് കേട്ടോ നിങ്ങൾ. നിങ്ങൾക്കാണ് കുറച്ചെങ്കിലും പരിശുദ്ധമുള്ളത്. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവർ ഫ്രൈഡേ ആകുമ്പോൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ റിട്ടേൺ ചെയ്യാതെ പറഞ്ഞു. ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് രാവിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് മറ്റു മെഡിസിൻ്റെ ഒക്കെ ചെയ്താൽ മാത്രമേ അവരത് എടുത്തു വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ചക്കരയല്ലേ, ചക്കര കൂട്ടല്ലേ. കേട്ടില്ലേ? അതായത് ഫണ്ട് വാങ്ങുന്ന സമയത്ത് പല ആൾക്കാരും തേനെ, ചക്കരെ, പാല് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടുള്ളൂ. ഇപ്പം അത് കണ്ടു എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണ് എന്ന് ആളൊരു കെട്ട് പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ട് പത്രസമ്മേളനം വിളിക്കാനൊക്കെ നോക്കിയല്ലോ. അതിൽ അനന്ത് പറഞ്ഞൊരു ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ആൾക്കാർക്ക് കട കൊടുക്കാണ്ടാവും, അതാണ് അത്രമാത്രം ലിസ്റ്റ് എന്നുള്ളത്. ഇനി ഇന്ന് രാവിലെ വേദലക്ഷ്മി ഇട്ട ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. ആ വീഡിയോയിലും കുറച്ച് കാര്യങ്ങൾ ഇല്ലാതില്ലേ എന്നൊരു സംശയം. അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പൈസ പിരിച്ചിട്ടുള്ളത്. ഞാൻ പറയണം എന്തിനാലേ, വേദലക്ഷ്മി പറയും കേട്ടോളേ. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഒക്കെ ചോദിക്കുന്നുണ്ട്. നിയമപരമായിട്ട് പോവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുള്ളത്. മാർച്ച് 31 ഈ വർഷം മാർച്ച് 31 ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞത് FIR എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് FIR മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞ പിന്നെയും പറ്റിച്ചോണ്ടിരിക്കുന്ന ഒരാളെക്കെതിരെയാണ്. പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങൾ പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാൻ ഇന്ന് പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണിച്ചോരയില്ലേ, മനസാക്ഷിയില്ലെന്ന്. കണ്ണിച്ചോരയും മനസാക്ഷിയും കുറച്ച് കൂടിപ്പോയതെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെയൊക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാള് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബിന് പൈസ കൊടുക്കാനെന്നും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്നുണ്ടോ. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അബിലിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേ ഇരുന്നപ്പോ, ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത്രയും ക്രിറ്റിക്കൽ ആണ് എന്നുള്ള മെസ്സേജ് ഞാനതിപ്പോ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് പ്രകാരം അപ്പോ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു. എന്ന് വെച്ചാൽ അയ്യോ അങ്ങോട്ട് വരട്ടെ, ആന്റിയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്, പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുമല്ല, പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്, അതിന്റെ അമ്മ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പൊ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ അതിന്റെ ഇടയ്ക്കാണ്, മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നെറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം ഇതിലോട്ട് എത്തിക്കാതെ വേറൊരു നെറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ, എടുത്ത് വെക്ക്, എന്താ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, എടുത്ത് അതുകൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്, അതില്ല അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്ക്. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? what are you trying to prove? പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 1-2 ആൾക്കാരല്ല, കുറച്ച് നാളുകളല്ല, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പൈസ തിരിച്ചു തരണം.
അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അല്ലാതെ നാടകം കളിച്ചിട്ടോ ഇനിയിപ്പോ അടുത്ത നാടകം പോലെ എനിക്ക് കാണാൻ പോകുന്നത് ഞാൻ ഒരു എന്താ പറയണ്ടേ, എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാന്ന്. ആളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കാം, അല്ലെങ്കിൽ ആൾക്ക് നെഞ്ചവേദന വന്നു, അല്ലെങ്കിൽ ആളുടെ തൊട്ടടുത്തുള്ള പാരന്റ്സോ സിബ്ലിങ്ങോ വൈഫോ അങ്ങനെ ആർക്കെങ്കിലും വയ്യാതായി എന്നുള്ളൊരു ഇത് ഒരു പൊറോട്ട നാടകം പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ എന്തോ രക്തം ശ്രദ്ധിക്കുന്ന പോലെ ഒരു വീഡിയോ, അത് ഫേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാണം എന്ന് പറഞ്ഞ സാധനം, നാണക്കേട് എന്ന് പറഞ്ഞ സാധനം അടുത്തോടെ പോയിട്ടില്ലാത്തത് അറിയാം. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകെ നടന്ന് തന്റെ ഇതും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തീരെയില്ല, ഒട്ടുമില്ല. ഇഫ് യു ആർ മേക്കിംഗ് മീ ഡു ദിസ്, ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ആർ എ കോൺ മാൻ, ഒരു സ്കാമർ. അത് പറ്റിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്തിക്കണം എന്നുള്ളത് എന്റെ ഇവിടെ ആവശ്യമായി പോയി. കാരണം നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേര് എന്തുമാത്രം ഇപ്പൊ പറഞ്ഞ ഒരാൾ തന്നെ ആളുടെ സേവിങ്സിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു തന്നെ. അത് പൊടിയുടെ ഫ്രണ്ടുമാണ്. അങ്ങനെ വന്ന ഒരു ബന്ധം, ദുബായിലുള്ള ഒരു പയ്യൻ. അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത് എന്താ നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനോ എനിക്കെന്തോ കൊട്ടേഷൻ എടുത്തിട്ട് വല്ലതും ഇതാക്കാനുണ്ടോ? അതിന് തകർക്കാനായിട്ട് നിങ്ങൾ ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ അമ്മയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് കടം വാങ്ങുന്നു. അതേ ആള് തന്നെ മറ്റാളുടെ അമ്മയെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് കടം വാങ്ങാനാണ് ഈ ചോദിക്കുന്നതെന്നാ പറയുന്നത്. പക്ഷെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തൊക്കെ ഭീഷണിയാ. ഈ റോബിൻ രാധാകൃഷ്ണൻ അത്രക്ക് വെടുപ്പല്ല എന്ന രീതിയിലുള്ള കമന്റ് ഇപ്പൊ കമന്റ് ബോക്സുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ ഷാലു പയ്യാടോ, അയ്യോ ഷാലു പയ്യാടിനെ കുറിച്ച് പറയാതിരിക്കാല്ലേ, ഇപ്പൊ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പോൾ ഷാലു പയ്യാട് മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ശരിയല്ല എന്നൊക്കെ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് കേട്ടു. അനന്തു അതിനൊരു മറുപടി കൃത്യമായിട്ട് കൊടുക്കും ചെയ്തിട്ടില്ല. അതായത് അവരുടെ വീട്ടിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനെയല്ലേ പരദൂഷണം എന്ന് പറയാ? അല്ല, ചോദിച്ചതാണ് കേട്ടോ. ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായെന്ന് അറിയോ, അവരുടെ കുടുംബത്തിലേക്ക് ചൊകഞ്ഞ് കയറി ചെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമന്റ് ഇടുന്നത്, കുറേ ആളുകൾ വീഡിയോ ചെയ്യുന്നത് കാണുന്നുണ്ട്. കുറേ ഫാമിലി വ്ളോഗേഴ്സ്, പിന്നെ ഞാൻ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്ന കുറേ ആളുകൾ കിടന്നിട്ട് കുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സായിയെ സുനിത ദേവദാസ് ഒന്ന് വാരി തിരിച്ച് അങ്ങോട്ടും വാരി, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നെവർ മൈൻഡ്, അതൊന്നല്ല നമ്മുടെ വിഷയം. ഇവിടെ റോബിൻ രാധാകൃഷ്ണൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ റോബിൻ രാധാകൃഷ്ണൻ കേട്ടോ നിങ്ങളത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്കെതിരെ ആദ്യം ഒരു പരാതി നൽകിയപ്പോൾ നിങ്ങളെ FIR പിൻവലിക്കണം എന്ന് പറഞ്ഞ് അവരോട് ഒരു ഗ്യാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ എന്നിട്ട് അത് നേടിയെടുത്തു എന്നൊക്കെയാണ് വേദലക്ഷ്മി പറയുന്നത്. കോടീശ്വരനായ താങ്കൾക്ക് എന്തിനാണ് ഈ 50,000 75,000 ഒക്കെ അല്ലെങ്കിൽ 90,000 ഒക്കെ കടമായിട്ട് വാങ്ങേണ്ടി വരുന്നത് എന്നുള്ളതാണ്. പിന്നെ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കുക എന്നുള്ളത്. അതായത് ഇത് കള്ളപ്പണമാണോ എന്നൊരു ഡൗട്ടിലാവും ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഇതിൽ കൃത്യമായ ബാങ്ക് ഡാറ്റ രേഖകളുണ്ട് എന്ന് ഇവരും പറയുന്നുണ്ട്. എൻ്റെ പൊന്നു സഹോദര, നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം നിങ്ങളായിട്ട് തന്നെ കൊണ്ടുപോയി കളഞ്ഞതാണ്. ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വ്യത്യസ്തനായിരുന്നു, അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ കുറേ കോൺട്രവേഴ്സീസും ഒക്കെ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും. പക്ഷേ പതുക്കെ നിങ്ങളൊരു പടുകുഴിയിലേക്ക് വീണത് പോലെ തോന്നി. ഇപ്പോൾ BJP-യിലേക്ക് കയറിയതും ഒക്കെ കൂടെ ചേർത്ത് നോക്കുമ്പോൾ നിങ്ങളോട് താല്പര്യക്കുറവാണ് ആളുകൾക്ക് മൊത്തം ഉള്ളത് അല്ലേ. ഇപ്പോൾ ആ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ സത്യത്തിൽ പറയുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. ഇത് ഓരോരോ മണ്ടത്തരത്തിലേക്ക് പോയി വീഴാതെ ഇത് രമ്യമായ രീതിയിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ലേ ഉള്ളൂ. എന്തായാലും ലക്ഷ്മിക്ക് കുറച്ച് പൈസ ഇട്ടാണ്ട്, അഭിദേവിന് കുറച്ച് പൈസ ഇട്ടാണ്ട് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ അത് പറയുന്നുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതാണ് വിഷയം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ, ന്യൂസ് ചാനൽസൊക്കെ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ആ ഒരു വാക്ക് ഉപയോഗിക്കരുത്. പിന്നെ ഒളിച്ചോട്ടം, കുൽസിതം, മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് തുഴഞ്ഞു കയറ്റം, സോഷ്യൽ മീഡിയ വഴിയാണ് പല ആളുകളും വളർന്നു വലുതായിട്ട് വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവരെ വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അഖിൽ NRDയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം, അഖിൽ NRDയുമായി ബന്ധപ്പെട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുള്ളൂ. ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും എൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, അത് അവരുടെ പേഴ്സണൽ ലൈഫാണെന്ന് പറയുന്ന ആളുകൾ പോലും വീണ്ടും റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ റിയാക്ഷൻ ചെയ്യുമ്പോൾ അത് ആർക്കാണ് കൊള്ളുന്നത് അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവിടെ റോബിൻ രാധാകൃഷ്ണൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി പോകുന്നുള്ളതാണ്. അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. നേരം വെളുത്തുള്ളൂ, ഞാൻ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഈ കിളി വന്നതിനെ കൊത്തും, നല്ല രസമാണ് രാവിലെ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ധി വിടപ്പാൾ സാനി.